വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, സ്വർഗ്ഗരാജ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു കുട്ടിയെ വിളിച്ച് അവരുടെ മധ്യത്തിൽ നിർത്തിയ ശേഷം ഇങ്ങനെ അരുൾ ചെയ്തു: ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ആന്തരിക പരിവർത്തനം വന്ന് കുട്ടികളെപ്പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ ഒരു നാളും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് സ്വയം താഴ്ത്തി ഈ കുട്ടിയെപ്പോലെ ആയിത്തീരുന്ന ആളാണ് സ്വർഗ്ഗരാജ്യത്തിലെ ഉന്നത വ്യക്തി. ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന വ്യക്തി എന്നെ സ്വീകരിക്കുന്നു. എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരാളെങ്കിലും പാപത്തിൽ വീഴുന്നതിന് ആരെങ്കിലും കാരണമാകുന്നുവെങ്കിൽ അയാളുടെ കഴുത്തിൽ ഒരു വലിയ കല്ല് കെട്ടി ആഴിയുടെ ആഴത്തിലേക്ക് താഴ്ത്തുന്നത് അയാൾക്ക് ഏറെ നല്ലത്. മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുന്നത് കൊണ്ട് ലോകത്തിന് കഷ്ടം. പ്രലോഭനങ്ങൾ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ കഴിയുകയില്ല. എങ്കിലും അതിന് കാരണക്കാരൻ ആകുന്നയാൾക്ക് മഹാകഷ്ടം. നിന്റെ കൈയോ കാലോ നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക. അംഗഹീനത്വമോ മുടന്തോ ഉള്ള വ്യക്തിയായി നിത്യജീവനിൽ പ്രവേശിക്കുന്നതാണ് 2 കൈയും 2 കാലുമുള്ള വ്യക്തിയായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ നല്ലത്. നിന്റെ കണ്ണ് നിന്നെ പാപത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് ദൂരെ എറിയുക. ഒറ്റക്കണ്ണുള്ള വ്യക്തിയായി നിത്യജീവനിൽ പ്രവേശിക്കുന്നതാണ് 2 കണ്ണും ഉള്ള വ്യക്തിയായി നരകാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ നല്ലത്. ഈ ചെറിയവരിൽ ഒരാളെപ്പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു മനുഷ്യൻ്റെ 100 ആടുകളിൽ നിന്ന് ഒന്ന് കൂട്ടം തെറ്റിപ്പോയാൽ അദ്ദേഹം എന്തു ചെയ്യും? 99നെയും കുന്നിൻ ചെരുവിൽ വിട്ട ശേഷം കൂട്ടം തെറ്റിയതിനെ തേടി പോകുകയില്ലേ? അയാൾ അതിനെ കണ്ടെത്തിയാൽ ആ ഒരാളിനെക്കുറിച്ചുണ്ടാകുന്ന ആനന്ദം കൂട്ടം തെറ്റിപ്പോകാതിരുന്ന 99 ആടുകളെക്കുറിച്ചുള്ളതിലും അധികമായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ ഈ ചെറിയവരിൽ ഒരാൾ പോലും നശിച്ചു പോകാൻ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ സഹോദരങ്ങൾ നിനക്കെതിരായി പാപം ചെയ്താൽ നിങ്ങൾ ഇരുവരും മാത്രം ഉള്ളപ്പോൾ നീ ചെന്ന് ആ ആളിനെ തെറ്റിബോധ്യപ്പെടുത്തുക. അയാൾ നിന്റെ വാക്ക് കേട്ടാൽ നീ അയാളെ നേടി. കേൾക്കുന്നില്ലെങ്കിലോ നിന്റെ കൂടെ 1 2 പേരെ കൂട്ടിക്കൊണ്ടു പോകുക. 2 3 പേരുടെ സാക്ഷിമൊഴികളാൽ ഏതു കാര്യത്തിൻ്റെയും നിജസ്ഥിതി ഉറപ്പാകുമല്ലോ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളിൽ 2 പേർ ഭൂമിയിൽ വെച്ച് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഏക അഭിപ്രായത്തോടെ അപേക്ഷിച്ചാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അത് നിങ്ങൾക്ക് ഉറപ്പായും നൽകും. 2 3 പേർ എൻ്റെ നാമത്തിൽ ഒത്തുചേരുന്നിടത്തെല്ലാം അവരുടെ മധ്യത്തിൽ ഞാനും ഉണ്ടായിരിക്കും. അപ്പോൾ പത്രോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ, എൻ്റെ ഒരു സഹോദരനോ സഹോദരിയോ എന്നോട് പാപം ചെയ്താൽ ഞാൻ എത്ര തവണ അവരോട് ക്ഷമിക്കണം? 7 തവണ മതിയോ എന്ന് ചോദിച്ചു. അതിന് യേശു 7 പ്രാവശ്യം എന്നല്ല 70 പ്രാവശ്യം എന്ന് ഉത്തരം പറഞ്ഞു. സ്വർഗരാജ്യം തൻ്റെ ദാസരുടെ ബാധ്യത തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിനോട് ഉപമിക്കാം. ബാധ്യത തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 തലാത്ത് കടപ്പെട്ടിരിക്കുന്ന ഒരാൾ രാജസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. എന്നാൽ കടം വീട്ടാനുള്ള പ്രാപ്തി അയാൾക്ക് ഇല്ലാതിരുന്നതിനാൽ രാജാവ് അയാളും ഭാര്യയും മക്കളും അയാൾക്കുള്ള സകലതും വിറ്റ് കടം വീട്ടണമെന്ന് ഉത്തരവിട്ടു. എന്നാൽ ആ ദാസൻ രാജസന്നിധിയിൽ സാഷ്ടാംഗം വീണ്, എന്നോട് കനിവ് തോന്നണമേ, ഞാൻ എല്ലാം അടച്ചു തീർക്കാം എന്ന് യാചിച്ചു. രാജാവിന്
ആ ദാസനോട് സഹതാപം തോന്നി. കടം ക്ഷമിച്ച് അയാളെ സ്വതന്ത്രനാക്കി. എന്നാൽ ആ ദാസൻ പോകുമ്പോൾ അയാൾക്ക് 100 ദിനാർ മാത്രം കടപ്പെട്ടിരുന്ന ഒരു സഹഭൃത്തിനെ കണ്ടു. അയാളുടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ചുകൊണ്ട്, നീ എൻ്റെ കടം തന്നു തീർക്കുക എന്ന് പറഞ്ഞു. ആ സഹഭൃത്തൻ മുട്ടിന്മേൽ വീണുകൊണ്ട്, എനിക്ക് അല്പം അവധി തരണമേ എന്ന് അയാളോട് കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ അയാൾ അതിന് സമ്മതിച്ചില്ല. എന്നു മാത്രമല്ല, തനിക്ക് കടപ്പെട്ടിരിക്കുന്നത് മുഴുവനും വീട്ടുന്നതുവരെ സഹഭൃത്തിനെ കരാറിലടപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം രാജാവിൻ്റെ മറ്റു വേലക്കാർ രാജാവിനെ അറിയിച്ചപ്പോൾ രാജാവ് ആ ഭൃത്തിനെ വിളിച്ച്, മിളച്ചദാസ, നിന്റെ അപേക്ഷ നിമിത്തം ഞാൻ നിന്റെ സകല കടവും ഇളച്ചു തന്നു. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിന്റെ സഹഭൃത്തിനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. രാജാവ് കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നതുവരെ കഠിന തടവ് വിധിച്ച് അയാളെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ ജയിൽ അധികാരികളെ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരങ്ങളോട് ആത്മാർത്ഥമായി ക്ഷമിക്കാതിരുന്നാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആമേൻ.